വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ മിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാരണനാദം പൂജിതമല്ലോ. മഹിമാവൊഴുകും മണമറയങ്ങൾ തീർക്കണമീശോ. വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു ഫലം ഭാഗേ ആകാശഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഏറെ പ്രിയങ്കരിയായിരുന്ന പ്രിയപ്പെട്ട അമ്മയുടെ ചിത്രത്തിലേക്കുള്ള യാത്രയിൽ ഈ അമ്മ തികച്ചും സമുചിതമായ ആഘോഷപൂർവമായ യാത്രയ്ക്ക് നൽകാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറെ അനുഗ്രഹീതമായൊരു ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുൻപിൽ സംപ്രീതിയോടെ ജീവിച്ച പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷയുടെ കുടുംബത്തിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഭിനന്ദ ജോർജ് വലിയ പിതാവാണ്. അമ്മച്ചിയുടെ രണ്ട് മക്കൾ കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വ്യാപൃതരായതിൻ്റെ തിരുസഭയുടെ പേരിൽ നന്ദിയും കടപ്പാടും ഒക്കെ അഭിനന്ദ പിതാവിൻ്റെ സാന്നിധ്യത്തിലുണ്ട്. എല്ലാവരുടെയും പേരിലൂടെയായി എല്ലാ ബഹുമാനയുടെ വൈദികരുടെയും ബഹുമാനയുടെ സിസ്റ്റേഴ്സിൻ്റെയും കുടുംബാംഗങ്ങളുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ അഭിനന്ദ പിതാവിനെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും പ്രത്യേകമായി പ്രിയപ്പെട്ട ജോസഫിനോടും സന്നിച്ചനോടും എല്ലാ കുടുംബാംഗങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും കടവ കുടുംബത്തിൻ്റെ പേരിൽ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രിയപ്പെട്ട അമ്മച്ചി ഈശോയുടെ കാര്യങ്ങൾ സമർപ്പിച്ച് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം.
സകലമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പന്തിനെ ആശ്രയിക്കണമേ. ഈ ജനത്താൽ തന്നെ ഞങ്ങളെ വ്യക്തീകരിക്കുകയും ചെയ്യണമേ. നാമത്തിൽ എന്നേക്കും സ്വാതന്ത്ര്യങ്ങളുടെയും പരിമളത്തിന്റെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാലത്തിനുമായി ഈ ചന്ദ്രത്തിരികളെ ആശ്രയിക്കണമേ. നാമത്തിൽ എന്നേക്കും ഭൂമിയിലെ രക്ഷക സമാധാനവും പ്രത്യാശയും ഇപ്പോഴും നയിക്കും. പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാഞ്ഞത്തെ ഭൂതിയും മഹിമാത്യത്തിന്റെ ഇവിടെ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അച്ഛന്റെയും ഭൂമിയുടെയും രാജാവും ഇവന്റെയും മണത്തിന്റെയും നാഥനുമാകുന്നു. മനുഷ്യന്റെ പൽക്കൊടുക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഒരുപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. മനുഷ്യജീവൻ പുൽക്കൊടുക്ക് തുല്യമാകുന്നു. വൈദ്യ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യരുടെ പലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഒരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവരും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, പിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂർത്തുകയും ചെയ്യുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും നാഥനുമാകുന്നു. എന്റെ ദിവസത്തെ പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഒരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു. എന്റെ ജീവിതം നിന്റെ പങ്കിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്റെ ദിവസത്തെ പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഒരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയാലങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണത്തിലാക്കുകയും ദയാദികൾ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാങ്ങലോടെ ചിരകാലം ആനന്ദത്തോട് പാടിടുവാൻ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമടിരമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വസനാകുന്നു. മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുഷേരിന്റെ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും. അന്തിമ ദിവസം ഉയർത്തേക്കും.
വിജ്ഞാനം പ്രസംഗിക്കുന്നു. അങ്ങയുടെ ആത്മാവോടും കൂടെ പരിശുദ്ധ സുവിശേഷം സത്യസത്യമായി എന്നോട് പറയുന്നു എന്ന് വചനം കേൾക്കുകയും എന്നെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഇപ്പോൾ നമ്മൾ ഈശോയുടെ ആദ്യത്തെ ആഗമനത്തിന് നടക്കുകയാണ്. രണ്ടാമത്തെ ആഗമനത്തിൽ ഞങ്ങളടുത്ത് ഭക്തர்கள் ജീവൻ പിടിക്കുകയും അവർ രാജ്യം വിളിച്ച് അനുസരിച്ച് ജീവിക്കുന്നവർ വാർത്താനിക്ക് സൗകര്യത്തിലേക്ക് ഇരുന്നൊക്കെ ചെയ്യുന്ന അവിടെയാണ് അതിൻ്റെ വാർത്താനിക്കുന്നത്. ഈ വർഷത്തിൽ ഈ എംജിയുടെ യാത്ര പറയുമ്പോഴേക്കും ഇപ്പോഴും രണ്ടാമസം ദുഃഖത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ആശംസകളാണ് പറഞ്ഞ് ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതല്ല, ദുഃഖത്തിൻ്റെ അവസരമല്ല, ദുഃഖിക്കേണ്ട അവസരമല്ല, സന്തോഷിക്കേണ്ട ഒരു അവസരമാണ് എന്നാണ് വിഷയം ഓർപ്പിക്കുന്നത്. ലേഖനത്തിലും ഈശോയുടെ സുശേഷത്തിലും കേൾക്കുമ്പോഴാണ് നിങ്ങൾ ദുഃഖിക്കണമെന്ന് വരുന്നത് പറഞ്ഞത് ആശ്വസിക്കുന്ന പറഞ്ഞില്ലേ, നമ്മുടെ സമിതി സ്നേഹത്തിൻ്റെ ഇടമായ ദേശീയതയുടെ നിങ്ങൾ ഉന്നയിപ്പിക്കുന്നതാകേണ്ട, ഇത് ഭക്ഷിക്കുന്നോ, ഇത് പാനം ചെയ്യുന്നോ, ഇത് ഉറുക്കുമെന്നോ, ഇതിനെക്കുറിച്ച് ഒന്നിനെയും നിങ്ങൾ ആരും ആകേണ്ട. എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്നത് നിങ്ങളുടെ പിതാവായി എനിക്കറിയാം. നിങ്ങൾ ഒരിക്കലും ഉപയോഗിച്ച് പഠിക്കില്ല. ഞാൻ പറഞ്ഞ ശേഷം അവസാനം ഈശ്വരനോട് പറയാണ്, ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ അറിവില്ലാണ്, ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്കില്ല. എന്താണ്? ആദ്യമായിട്ട് ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കണം. അപ്പോഴപ്പോഴത്തേക്കാണ് നിങ്ങളെല്ലാം കൂട്ടി ചെയ്തിട്ടുള്ള സമ്മാനം. എല്ലാം കൂട്ടി സമ്മാനം കിട്ടുമെങ്കിൽ ആദ്യമായിട്ട് ദൈവരാജ്യം, ദൈവരാജ്യത്തെ പ്രത്യേകത ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അധികം നീതി മനുഷ്യനായിട്ട് ആ അവസരത്തിലുണ്ടല്ലോ ഈശോ ജീവിതം ദേശങ്ങൾ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു, കുരിശുകളുണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇത് മാറ്റി തരം ഈശോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഈശോ ആ പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല. എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പറയുന്നത്. ഇവിടുത്തെ ഇഷ്ടം ഈ രക്ഷിച്ചുകൊണ്ട് മരണം വഴിയായിട്ട് ഒത്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ദൈവത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടാണ് ഈശോ ആ കുരിശത്തിൽ വരുന്നത്. അപ്പോൾ ഈശോ കുരിശത്തിൽ കൊണ്ടുള്ള അവസാനത്തെ വാക്യം അറിയാവുന്നതാണ്. അന്നത്തെ വാക്യം എന്തായിരുന്നു? എല്ലാം പൂർത്തിയായി നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നുള്ള ഈശോയുടെ അവസാനത്തെ വാക്യം. ഈശോ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുമയിലും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ നാഗരം ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ വൃദ്ധർക്ക് വാഗ്ദാനം ചെയ്യുന്ന നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ പ്രാർത്ഥന ശുശ്രൂഷകൾ അവസാനിക്കുന്നു. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വിലാപയാത്ര ആരംഭിക്കുകയാണ്. പിറകിലാണ് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നീങ്ങുന്നത്. അതിനു മുൻപ് തന്നെ നമ്മളെല്ലാവരും പുറത്തിറങ്ങി റോഡിലൂടെ ടൗൺ ചുറ്റി കോളാട് ടൗണിലൂടെ ഇറങ്ങി നമ്മൾ പള്ളി ഈശോയിൽ സ്നേഹമുള്ളവരെ, അഭിവന്യ വലിയ മറ്റം പിതാവിന് ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. പറമ്പുകാട്ടിൽ കുടുംബാംഗങ്ങളുടെ ഈ വേദനയിൽ, സങ്കടങ്ങളിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ വേണ്ടി നല്ല മനസ്സ് കാണിച്ച അഭിവന്യ പിതാവിന്
ഇന്ന് താമരശ്ശേരിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ടും പോകുന്നതിനിടയിൽ സമയം കണ്ടെത്തി ഞങ്ങളുടെ ഈ കുടുംബത്തിൽ വരികയും അനുശോചനം അറിയിക്കുകയും ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാരംഭ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്ത പിതാവിന് ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പ്രത്യേകിച്ച് മക്കളായ ഞങ്ങൾ 8 പേരുടെയും പേരിലുള്ള വലിയ നന്ദി അറിയിക്കുന്നു. എല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളീടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ കൃപയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ നടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവികഗമനം പോകും നേരം സ്നേഹാത്തതയാ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. നീ എന്നും നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭങ്കുരമാ ലോകവും അതിലെ ജഡികാസകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. കരുണയെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോലെ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. വിധിയുടെ ദിവസം മിശിഹാരാജൻ പിന്നിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമോ രൂപാന്തരവും
എല്ലാവരും ഇടവകജനത്തിൻ്റെയും ബന്ധുമിത്രാദികളുടെയും അനുശോചനവും പ്രാർത്ഥനയും ചെയ്യുകയാണ്. ഈ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ജോർജ് അലക്കയുടെ പിതാവാണ്. ഒരുപാട് ദൂരെ നിന്നുള്ള മാനന്തവാടി നേതാവിനെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരാൻ വേണ്ടി ഈ കുടുംബത്തോടുള്ള നല്ല സ്നേഹവും തിരുസഭയ്ക്ക് ഈ കുടുംബം നൽകിയ രണ്ട് പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള കൈകൊണ്ടാണ് പിതാവിനോടുകൂടെയുള്ളത്. ഒത്തിരി സ്നേഹത്തോടെ പിതാവിനെ ഞാൻ ഈ പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെ കൂടെ പ്രിയപ്പെട്ട വിൻസെൻ്റ് അച്ഛനുണ്ട്. ഒരു സഭയിലെ പ്രോത്സാഹനച്ച് ഈ കുടുംബത്തിന് വേണ്ടി രണ്ട് വാക്കച്ഛന് ശ്രോതന സന്ദേശം നൽകുന്നതാണ്. പ്രിയപ്പെട്ട ജോസച്ചനും സന്ദേശിച്ചു ഇടവകയ്ക്ക് കടപ്പെട്ടവരാണ്. ഇടവക ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുടുംബമാണിത്. ഇടവകയുടെ കൈക്കാരൻ സാധിച്ചാണ് അതാദ്യമുണ്ട്. യവജിയിലെ രണ്ട് മക്കൾ വിദേശത്താണ് വരാൻ സാധിച്ചിട്ടില്ല. തിരുസഭയോടും തമ്മിലോടും ചേർന്ന് മൂന്ന് കൊടുക്കുമെന്ന് അഭിമാനത്തോടെ ഇവിടുത്തെ പറയാൻ ആഗ്രഹിക്കും. അതിലെല്ലാം നന്മയും പ്രിയപ്പെട്ട അമ്മച്ചിക്കുണ്ടായിരുന്നു. അമ്മച്ചിയുടെ അമ്മയാണ് അവർക്ക് ലഭിച്ചതെന്ന് നമുക്കറിയാം. നമുക്ക് നേതൃത്വം ശുശ്രൂഷയിൽ പങ്കെടുത്ത് കൃഷികരെ പ്രാർത്ഥിക്കാം. പ്രിയപ്രാർത്ഥന്മാരെ അവിടേക്ക് സ്വാഗതം ചെയ്തു. കരിക്കാരെ കൊടുക്കുന്നു. സംഗീതത്തിൻ്റെ കൂട്ടുകാരായ വേദിയിൽ സഭയെ പ്രിയപ്രാർത്ഥന്മാരെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. കുടുംബങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ദൈവം ധാരാളമായി അനുഗ്രഹിച്ചതിൻ്റെ ഒരു ലക്ഷണമാണ് ദീർഘായുസ് നൽകുക എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഭൂമിയിൽ ജീവിക്കാനും ദൈവത്തെ ശുശ്രൂഷിക്കാനൊക്കെ ആവശ്യമായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം അമ്മച്ചു വേർതിരിച്ച് സ്വന്തം ചെയ്യാനായി കഴിയും. അമ്മച്ചിക്ക് നല്ല സ്വപ്നത്തിലേക്ക് നൽകുവാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അമ്മച്ചിക്കും അമ്മച്ചിയിലൂടെ നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ച കൃപകൾക്ക് നന്ദി പറയാനും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അമ്മച്ചിക്ക് കിട്ടുമ്പോൾ എല്ലാവർക്കും അറിയാം. അച്ഛൻ സാധ്യതമാരോട് സ്റ്റാൻഡി വൃത്തക്കാരനാണ്. ബിന്ദു ഇവിടെ മതാധ്യാപക സേവനം ചെയ്യുന്നു. ഒപ്പം രണ്ട് ജോസിനും സന്യാസിനും വൈദികരാണ്. മറ്റുള്ളവർക്ക് കുടുംബജീവിതം നയിച്ച് വിവിധങ്ങളായ ശുശ്രൂഷകൾ വ്യാപനമായിരിക്കുമ്പോൾ ഈ അമ്മച്ചയും അമ്മച്ചനൊക്കെ നൽകിയ വലിയൊരു ശിക്ഷണത്തെയാണ് നമ്മൾ ഓർക്കുന്നത്. ദൈവവിശ്വാസം ആ മക്കളെ ജനിപ്പിച്ച് അവർ നല്ല ദൈവികൾ തിരഞ്ഞെടുത്ത് മുന്നേറുവാൻ ഒരു സമ്മതം ചെയ്തുകൊണ്ടാണ്. ദൈവത്തിലുള്ള ആശയവും ദൈവവിശ്വാസമുള്ള ഭവനിൽ നിന്നാണല്ലോ സാധാരണ സാമ്പത്തിക ജീവിതത്തിലേക്ക് ദൈവങ്ങളുണ്ടാകുന്നത്. മാത്രമല്ല അമ്മച്ചനും അമ്മച്ചൊക്കെ ആ നിലയിൽ ആ സാമ്പത്തിക ജീവിതത്തിൽ കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കയ്യിലെ സിസ്റ്റേഴ്സിന് പ്രത്യേക നായകങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടാണ് രണ്ട് മക്കളെ വഴി തന്നെ എടുക്കാൻ ഇടയായത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ആളൊക്കെയാണെങ്കിൽ പറയുകയുണ്ടായി കുടുംബ ജീവിതത്തിൻ്റെ പുഷ്ടിക്കലാണ് സാമ്പത്തിക ജീവിതത്തിൻ്റെ ഒരു വീട് പറയുന്നത്. എല്ലാ ജീവിതങ്ങളും പ്രധാനപ്പെട്ടതാണ്, തുല്യമാണ്. പക്ഷെ ഓരോന്നും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ചെയ്യും. ഞാൻ ദിവസത്തിൽ പറയുന്നില്ല. ശരിക്കും അറിയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ കുടുംബത്തെ കൂടുതലായിട്ട് അറിയാവുന്ന വിൻസെൻ്റ് വിൻസെൻ്റിൻ്റെ കാഴ്ചക്കാരനാണ് ജോസിച്ച്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി വിൻസെൻ്റ് രണ്ട് വാക്ക് പറയുന്ന കുറച്ചുകൂടി ഉചിതം എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ സൂചിപ്പിക്കാറുള്ള കാര്യം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കടവായിട്ട് കൊടുക്കുക എല്ലാവർക്കും, പ്രത്യേകിച്ച് ഏറ്റവും മക്കൾക്കും അവരുടെ സഹോദരന്മാർക്കും അല്ലെങ്കിൽ മക്കൾക്കും കൃത്യമായ അനുശോചനവും പ്രാർത്ഥനയും നേരുകയാണ്. അമ്മച്ചിയെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മച്ചിക്കുമായ കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുന്നു. കുറവുകൾ പോരായ്മകളുണ്ടെങ്കിൽ കരുണാസമ്പന്ന ദൈവം അതെല്ലാം പരിഹരിച്ച് നിത്യസമാനം നൽകി അമ്മച്ചി അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. വിൻസെൻ്റ് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് പോലെ മുൻകാർ പറഞ്ഞതിൻ്റെ സുപ്രീതാണ്. അച്ഛനും ജോസിച്ചനും കാഴ്ചക്കാരും ഞാൻ ഇന്നലെ മക്കാടാണ് താമസിച്ചത്. അവിടെ ഞാൻ
ജോർജ് നാടക്കാട് പിതാവ്, ഹെർസ് ഓഫ് ഗുഡ് ന്യൂസിൻ്റെ പ്രൊവിഷൻ സുപ്പീരിയർ സ്നേഹബഹുമാനപ്പെട്ട സൽബം ലാസ്, ഇടവക വികാരി സ്നേഹബഹുമാനപ്പെട്ട ജോബി കാരിക്കാട്, നമ്മളോട് മരണപോലെ ജാതന ചോദിച്ച ഈ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുമക്കളെ, കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, നമുക്കറിയാം മരണം എപ്പോഴും വളരെയധികം വേദനാജനകമാണ്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ വേർപാട്. ഈ അമ്മച്ചിയുടെ വേർപാടിലെ ദുഃഖിതരായ അമ്മച്ചിയുടെ എല്ലാ മക്കളെയും, കുഞ്ഞുമക്കളെയും, കുടുംബാംഗങ്ങളെയും ആശ്വാസദായകനായ ഈശോ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ അമ്മച്ചിയുടെ കുടുംബാംഗങ്ങൾക്ക് സിൽവസ്റ്റർ ബെനഡിക്റ്റ് കോൺഗ്രിഗേഷന്റെ നാമത്തിൽ അനുശോചനം അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇന്നലെയും ഇന്നുമായി അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. പിതാവ് സൂചിപ്പിച്ചതുപോലെ ഞാനും ജോസിയച്ചനും 1980 10ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് മക്കിയാട് ബെനഡിക്റ്റ് ആശ്രമത്തിൽ സന്യാസ വൈദികരാകുവാനായിട്ട് ചേർന്നു. ഈ അമ്മച്ചിയെ കഴിഞ്ഞ 45 വർഷമായിട്ട് എനിക്ക് അറിയാം. കഴിഞ്ഞ ദിവസം അമ്മച്ചിയെ കാണുവാനായിട്ട് ആശുപത്രിയിൽ പോയി. അമ്മച്ചിക്ക് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് സാഹചര്യമല്ലായിരുന്നു. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മക്കൾക്ക് നല്ല മാതൃക നൽകിക്കൊണ്ട് മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാനായി അവരുടെ അപ്പച്ചനോട് ചേർന്ന് ഒത്തിരി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നല്ലൊരു അമ്മ. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന്. തീർച്ചയായിട്ടും ആ ഒരു വചനമാണ് നമുക്ക് ഒത്തിരി പ്രത്യാശ നൽകുന്നത്. ഈ ജീവിതകാലത്തിൽ മുഴുവൻ സന്തോഷത്തിന്റെ, സന്താപത്തിന്റെ നിമിഷങ്ങളിൽ, രോഗാവസ്ഥയിലൊക്കെ മക്കൾക്ക് വിശ്വാസത്തിന്റെ ദീപം നൽകി മക്കളെ നല്ല വഴിയിലേക്ക് നയിക്കുവാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ 2 മക്കൾ വൈദികരാണ്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ മറ്റു മക്കളും നല്ല മാതൃകാപരമായ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമ്മച്ചിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. കാരണം മക്കളെ ദൈവവിശ്വാസത്തിൽ, സ്നേഹത്തിൽ വളർത്തി എപ്പോഴും മക്കളെ ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ച് കൂട്ടുന്ന കൂട്ടായ്മയുടെ ഒരു പ്രതീകമായിരുന്നു ഈ അമ്മച്ചി. നമ്മൾ വിശ്വസിക്കുന്നു, അമ്മച്ചി നമ്മളോട് ഈ ലോകത്തിൽ നിന്ന് യാത്ര ചോദിച്ചെങ്കിലും ആ അമ്മച്ചിയുടെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന അമ്മച്ചിയുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും നമുക്കും ഓരോരുത്തർക്കും ലഭിക്കും. ഈ ഒരു അവസരത്തിൽ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കളെ അനുമോദിക്കാനും അവർക്ക് നന്ദി പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 40 ദിവസത്തോളം അമ്മച്ചി ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു. അതിനു മുമ്പും അമ്മച്ചി രോഗാവസ്ഥയിലായിരുന്നു. അമ്മച്ചിയുടെ മക്കളെല്ലാവരും, കുഞ്ഞുമക്കളും വളരെ പൊന്നുപോലെ ശുശ്രൂഷിച്ചു. അതിനെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ അമ്മച്ചിയുടെ മക്കളുടെ നല്ലൊരു മാതൃക നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ചിലരൊക്കെ മാതാപിതാക്കളെയൊക്കെ കുടുംബത്തിലെ അധികപ്പറ്റായിട്ട് കാണുന്ന ഒരു കൾച്ചറാണ് നമ്മൾ കാണുന്നത്. എന്നാലും വളരെ പതിനീയമായ നല്ലൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ആ അമ്മച്ചി കൊടുത്ത ആ മാതൃക ജീവിതത്തിൽ പിന്തുടർന്ന് എപ്രകാരമാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ആ കുടുംബാംഗങ്ങളെ പ്രത്യേകം അനുമോദിക്കുന്നു. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ആ നല്ല സന്ദേശം ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നല്ലവനായ കർത്താവ് അമ്മച്ചിക്ക് നിത്യാശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ വേർപാട് ദുഃഖിതരായ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട വിൻസെന്റ്
നമുക്ക് അനുസരണം അറിയിച്ച വിൻസെൻ്റച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പാർവ്വതങ്ങൾ കുടുംബാങ്ങളുടെ മൈലിക്കൽ കുടുംബാങ്ങളുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. പറമ്പുകാട്ടിൽ കുടുംബത്തിലെ 8 മക്കളുടെ പ്രതിനിധിയായി ഞാനിവിടെ നിൽക്കുമ്പോൾ നല്ല മാതാപിതാക്കളെ നൽകിയ ദൈവത്തിന് ആദ്യമായി നന്ദി അറിയിക്കട്ടെ. കഠിനാധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും നല്ല മാതൃകകൾ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഓർമ്മകൾ അനുസ്മരിച്ച് നന്ദിയോടെ ശിരസ് നമിക്കുന്നു. സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുത്ത് പകരുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ചാച്ചനെ ഞങ്ങൾ സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഞങ്ങളുടെ വിഷമഘട്ടത്തിൽ നിങ്ങളാണ് ഞങ്ങൾക്ക് കരുത്ത് പകർന്നത്. അമ്മയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ചാശ്വസിപ്പിക്കുകയും നേരിട്ട് വന്ന് ആശ്വാസവാക്കുകൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒട്ടനവധി പേർ, പ്രത്യേകിച്ച് അഭിമന്യ പിതാക്കന്മാർ, പ്രൊവിൻഷ്യൽസ്, ഞങ്ങളുടെ ബെനഡിക്ടൻ സഭയുടെ ഫോർമർ അവർ ജനറൽ റവറൻഡ് ഡോക്ടർ ആന്റണി പുത്തൻപുരയ്ക്കൽ, വൈദിക സിസ്റ്റേഴ്സ്, മത രാഷ്ട്രീയ പ്രമുഖർ എന്നിവരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അനുസ്മരിക്കുകയാണ്. മൃതസംസ്കാര ശുശ്രൂഷ വീട്ടിലെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പമായിരുന്ന അഭിവന്യ മാർ ജോർജ് വലിയമറ്റും പിതാവിനും, അതുപോലെ ഈ മൃതസംസ്കാര ശുശ്രൂഷ തുടർന്ന് ഈ ദേവാലയത്തിൽ നിർവഹിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന അഭിവന്യ മാർ ജോർജ് ഞങ്ങളക്കാട്ട് പിതാവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. Currents of good news, St. Paul Provincial, Very Reverend Father Selvan Lasaranu, അദ്ദേഹത്തിന്റെ സർവ്വവൈദികർക്കും, ബെനഡിക്ടൻ കോൺഗ്രിഗേഷൻ വിജയവാഡ കൺവെൻഷൻ പ്രയർ റവറൻഡ് ഫാദർ ജെയിംസ് മൈലക്കൽ ആൻഡ് കൺഫ്രൈസ്, ഞങ്ങളുടെ ഫോർമർ ആബട്ട് ജനറൽ റവറൻഡ് ഡോക്ടർ ആന്റണി പുത്തൻപുരയ്ക്കൽ, മക്കിയാട് സെന്റ് ജോസഫ്സ് കൺവെൻഷൻ പ്രയർ റവറൻഡ് ഫാദർ വിൻസെന്റ് കൊരണ്ടിയാറുന്നേൽ ആൻഡ് കൺഫ്രൈസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ച ഇടവക വികാരി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോബി അച്ഛനും, ഈ ഇടവകയിലെ എല്ലാ സിസ്റ്റേഴ്സിനും, കോർഡിനേറ്റേഴ്സ്, കൈക്കാരന്മാർ, കപ്പിയാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇവിടുത്തെ ഇടവകാംഗങ്ങൾ, മറ്റ് ഇടവകകളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഇടവകാംഗങ്ങൾക്കും, പറമ്പുകാട്ടിൽ മൈലക്കൽ കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വളരെ സങ്കീർണമായ അവസാന 1.5 മാസക്കാലം സ്വന്തം വീട്ടിലെന്നതുപോലെ പരിഗണിച്ച് അമ്മച്ചിക്ക് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും ചെയ്തു തന്ന കരുവഞ്ചാൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻഡ് ഫാദർ സാബു പുതുശ്ശേരി, അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഫാദർ അനീഷ് മണവത്ത്, ഡോക്ടേഴ്സ്, നഴ്സുമാർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കും ഹൃദയത്തിന് നിറവിൽ നിന്ന് സന്തോഷത്തോടെ സംതൃപ്തിയോടെ നന്ദി അറിയിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നും തുടർന്നും ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുമല്ലോ. അമ്മച്ചിയുടെ അനുസ്മരണ ചടങ്ങുകൾ ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 6:30 നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അന്നേ ദിവസം സാധിക്കുന്നവർ ദേവാലയത്തിൽ വരികയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ ഹൃദയാമകിലർക്കും
അതുപോൽ ശരണം വരുക. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലുകൾ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർ കഥകാലത്തെ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുന്നല്ലോ. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നീ. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സമാധാനത്തോടുകൂടി സത്യവിശ്വാസത്തെയും നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സകലത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവർക്ക് സർവ്വഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുദ്ധ അവരോടുകൂടിയാണ് തന്റെ വലതുഭാഗത്തുമാറാകട്ടെ. ജീവിത പുസ്തകത്തിൽ ദേവിയാൽ പേരുകയും തന്റെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർത്തിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങ് മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ മകന്മേൽ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാവസോടെ വിശദീകരിക്കുകയും പരിശുദ്ധമായ ആത്മാവിനെ പോഷിപ്പിക്കുകയും പതിർദാസനായ ആത്മാവിൽ കൃപാവരം ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും മാതൃപാലകരെ ദേവതകളാൽ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോടുള്ളതായിരിക്കും. സമയത്താവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മരണശേഷവും ഉയർപ്പിച്ച് നിത്യഭാഗ്യം അക്ഷരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സുവിശേഷ
സ്വകൃതമങ്ങൾ ചാത്തിയൊരുങ്ങി സമരം തുടരാ വരുവിൻ വരുവിൻ നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവിൽ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നയിക്കും. ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അല്ലി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായത്തിന് നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്ത്യോപചാരം നടത്തിക്കാനായി രണ്ടനിരയായി നിന്ന് പുഷ്പതലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് പറഞ്ഞു. മഹിമയുടെ അന്തിമ വിധി നാളിൽ
കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ. ആരാധിച്ചു വണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയിലും നൽകുന്നു. ആകാശഭൂമിയിലേതാകുന്നു ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ വ്രതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും ഹൃദയാംഗരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നീ ശോണിരവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനി തിരുമെഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാവങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ രൂഹായേ മൃതനാമെന്നിൽ കഴിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതലുള്ളവയെല്ലാം സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഘോഷിക്കവേ സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻകൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥനയ്ക്ക് പറുതി കർത്താവെ വിശുദ്ധീകരിച്ച കർത്താവെ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോട് കൂടി സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്നലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാ സാറായേലീശ്വർ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാങ്കനിവാർന്നരുളത്തെ കർത്താവഖിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം കർത്താവിൻ ദാസീവിധി
കാട്ടിൽ തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാനെപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ച് കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങനെ ദാസിയെ വിളിക്കുകയും അങ്ങനെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മകനെയുമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ജലസ്ഥത്തേക്ക് ഈ അമ്മച്ചിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മെ വേർപെട്ടുപോയ മെസ്സിഹായുടെ മോദി ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ശരി ശരി അല്ലേ Thank you.